ഈ മാസം നല്ല ചൂടുള്ള മാസമാണ് മാർച്ച് മാസം. നല്ല കട്ട ചൂടാണ്, നല്ല കട്ട വെയിലാണ്. അതേപോലെ ഇതുപോലത്തെ ഒരു മാർച്ച് മാസത്തിൽ 2022 വർഷത്തിൽ മാർച്ച് 3-ാം തീയതി കിടിലിനായിട്ട് തിയേറ്ററുകളെ ഇങ്ങനെ ഭ്രമിപ്പിച്ചുകൊണ്ട് ഭീഷ്മപർവം വന്നു. മമ്മൂക്കയുടെ അമൽനീരദ് ചിത്രം വന്നു. അപ്പൊ ആ ചിത്രത്തിൽ ചാമ്പിക്കോ എന്ന് പറഞ്ഞൊരു സീനുണ്ട്. ചാമ്പിക്കോ ട്രെൻഡിങ് ആയ സീനാണ്. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയി മാറിയ സീനാണ്. അപ്പൊ ആ സീന് നമുക്കൊന്ന് കണ്ടാലോ? ഒന്ന് കാണാം. ഓർമ്മകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ. നമുക്ക് ഇതിൽ ചെത്താണ് ഇതില്. അപ്പൊ നമുക്കൊന്ന് കാണാട്ടാ. അടിപൊളിയാണ് ഇതിൽ മമ്മൂക്ക. നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് കയറി നിൽക്ക്. പാത്തി വാ. ഒരു ചേർത്തോളൂ. സൈമ താനും ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നിരിക്കും. കുഴപ്പമില്ല. പാത്തി വിട്. ഈ സൈമൺ ഒരു കുശുമ്പുള്ള കഥാപാത്രമാണ്. നമ്മൾ കണ്ടതാണല്ലോ. സൈമൺ മെയിനാവാൻ നോക്കിയാണ്, ഫോട്ടോയിൽ ഇരുന്നൊന്നും മെയിനാവാൻ നോക്കിയാണ്. അപ്പോഴത്തേക്കും മമ്മൂക്ക പുള്ളിനെ സൈഡാക്കി. അങ്ങനെ തന്നെ വേണം. ഈ ചിത്രത്തിൽ മമ്മൂക്ക അഭിനയിച്ചിരിക്കുന്ന ഈ ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ ക്യാരക്ടറിന് മുമ്പ് അമൽനീരദായിട്ട് കൂടി ആലോചിച്ച് ചെയ്യാനിരുന്നത് ബിഗ് ബി 2 ആയിരുന്നു കേട്ടോ. അതായത് ഈ സിനിമയെ കുറിച്ച് അവർ ആദ്യം ചർച്ച ചെയ്തിരുന്നില്ല. പക്ഷെ ബിഗ് ബി 2-ന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പരിപാടികൾ നടത്തിക്കൊണ്ട് വന്നത്. പക്ഷെ അതിന് മുമ്പ് അതിൻ്റെ ഇടയിലാണ് കോവിഡും കാര്യങ്ങളൊക്കെ കടന്നു വന്നത്. അപ്പം അത് ഒരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ നിലനിന്നു. അത് കാരണമാണ് അവർ ഭീഷ്മപർവ്വത്തിലേക്ക് കടന്നു വന്നത്. 14 വർഷത്തിന് ശേഷം മമ്മൂക്കയും അമൽനീരദും കൂടിയുള്ള ഒരു കൂട്ടുകെട്ടിലൂടെ പിറന്ന അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാം. അത്രയേറെ മികച്ചൊരു സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ പടമാണ്. ഇപ്പോഴും ആ സിനിമ എടുത്ത് നമ്മൾ കാണുമ്പോൾ എന്താ രസം, അടിപൊളിയല്ലേ. അല്ല, സീനുകളൊക്കെ അത്രയേറെ സൂപ്പറാണ്. അപ്പൊ ചാമ്പിക്കോ അങ്ങനെ ട്രെൻഡിങ് ആയി മാറി. അപ്പൊ നമുക്ക് ബാക്കി കാണാം കേട്ടാ. മമ്മൂക്ക ഫോൺ കഴിഞ്ഞുട്ടാ. ഇനി മമ്മൂക്ക മാറിയെന്നുകൊണ്ട് പറയുന്ന ഡയലോഗുകളുണ്ട്. അത് അടിപൊളിയാണ്. കാരണം കുടുംബാംഗങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ മമ്മൂക്ക പറയണത് അവർ കേൾക്കുകയും ചെയ്യരുത്. എന്നാ ഫോണിന്റെ മറുതലക്കിലേക്കൊന്ന് ആൾക്കത് മനസ്സിലാവുകയും ചെയ്യണം. പറഞ്ഞു കൊടുക്കുന്ന കാര്യം കൃത്യമാണ്. അത് അടിപൊളിയാണ്. മമ്മൂക്കൊക്കെ പറ്റും ഇങ്ങനെയൊക്കെ. ദൈവം കേട്ടോട്ടാ. അപ്പനും മക്കളും അനിയന്മാരും എല്ലാവരും ഇവിടെ ഉണ്ട്. നല്ല അടാറ് പഞ്ഞിക്കടലായിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം, വിടവുണ്ടാകരുത്, നടക്കാൻ പറ്റും. കോടതി കൂട്ടിക്കയറ്റ് നിർത്തുമ്പോൾ സുന്ദരന്മാരായിരിക്കണം. പിന്നെ സ്വാമി പണിക്കിറങ്ങി അയ്യപ്പ കോപം വരുത്തി വെക്കണ്ട. ചുമ്മാതെ നോക്കി നിന്നേച്ചാ മതി കേട്ടാ. സ്വാമി ശരണം. ചമ്മിക്കോ. അടിപൊളിയല്ലേ? അടിപൊളി, സൂപ്പർ അല്ലേ? ഇതിന്റെ ക്യാമറ, അതായത് ഛായാഗ്രാഹണം ചെയ്തിട്ടുള്ളത് ആനന്ദ് സി ചന്ദ്രനാണ് കേട്ടോ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അമൽനീരദിന്റെ കരിയറിലെ തന്നെ കിടിലൻ ഒരു പടമാണ്. നല്ല കളക്ഷൻ നേടിയ ചിത്രമാണ്. 86 കോടി കളക്ഷൻ നേടിയ ചിത്രമാണ് ഭീഷ്മപർവം. ഇന്നും ഇപ്പോഴും എപ്പോഴും ഈ സീനൊക്കെ എടുത്ത് കാണുമ്പോഴല്ലോ നമുക്കൊരു വളരെ സന്തോഷമാണ്. കാരണം എത്രയല്ലേ, നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അങ്ങനെ മമ്മൂക്ക നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഭീഷ്മപർവ്വതത്തിൽ. മമ്മൂക്കയുടെ ലുക്ക് തന്നെ ഉണ്ടല്ലോ, അടിപൊളി. ആ നീട്ടി വളർത്തിയ മുടിയും അതുപോലെ തന്നെ ആ ജുബ്ബയും. ചില സമയങ്ങളിൽ മമ്മൂക്ക ബ്ലാക്ക് കളറിലുള്ള ജുബ്ബയാണ് ഇടുന്നത്. ഇതിപ്പോ കുടുംബമായിട്ട് കൂടിച്ചേർന്ന ഒരു ഫോട്ടോ ആ ഒരു ഇതിൽ ഇരുന്നപ്പോ മമ്മൂക്ക വെള്ള കണ്ടില്ലേ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം മമ്മൂക്ക ഇതിൽ സ്റ്റണ്ടിനൊക്കെ ഇറങ്ങുമ്പോ ഒക്കെ ബ്ലാക്കാണ് ഇട്ടുകൊണ്ടുവന്നത്. അത് തിന്മയുടെ ഒരു നേരിടലാണല്ലോ. അപ്പൊ അതിന് പോകുമ്പോ എതിരാളിനെ കീഴ്പ്പെടുത്തണം. അപ്പൊ ബ്ലാക്ക് കൊണ്ട് തന്നെ, അതായത് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ഭയക്കുന്ന ഒരു നിറമായിട്ടാണ് ഇതിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ട്രെൻഡിങ് ആയി ചാമ്പിക്കോ എന്ന് പറഞ്ഞ സീനാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടാറ്റ, ബൈ ബൈ.